കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 5.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 5.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും Predictive ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഹായ് ഓൾ, വെൽക്കം ടു ഇഗ്നോ ഫോക്കസ് 5.0. ഇന്നത്തെ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് MCA ന്യൂ കോഴ്സിൽ കവർ ചെയ്യുന്ന സെക്കൻഡ് സെമസ്റ്ററിൽ വരുന്ന MCS 220 വെബ് ടെക്നോളജീസ് എന്ന സബ്ജക്റ്റിന്റെ ഒരു അൾട്ടിമേറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ് ഈ ഒരു സെഷനിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം ലേൺവൈസിൽ സക്സസ്ഫുള്ളി കണ്ടക്ട് ചെയ്തു വരുന്ന സെഷൻസ് ആണ് ഇഗ്നോ ഫോക്കസ്. കഴിഞ്ഞ ഒരു 4 സൈക്കിൾ ഇഗ്നോ എക്സാം സൈക്കിൾസിലായിട്ട് സക്സസ്ഫുള്ളി കണ്ടക്ട് ചെയ്തിട്ടുള്ള നമ്മളുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, അതുപോലെ തന്നെ ബ്ലോക്ക് വൈസ് യൂണിറ്റ് വൈസ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സിൻ്റെ ഡിസ്കഷനാണ് ഈ ഒരു സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഒക്കെ യൂസ് ചെയ്ത് ഇഗ്നോ എക്സാംസിൽ ഒരു പാസ്റ്റ് 5 എക്സാം സൈക്കിളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ബേസിസിൽ ഇനി വരാൻ പോകുന്ന എക്സാമിന് ഏതൊക്കെ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം, ഏതൊരു രീതിയിൽ പ്രിപ്പയർ ചെയ്യണം, ക്വസ്റ്റ്യൻ പാറ്റേൺ എങ്ങനെ ആയിരിക്കും, ഇതിൻ്റെയൊക്കെ ഡിസ്കഷൻ ആയിരിക്കും നമ്മൾ ഇഗ്നോ ഫോക്കസ് സെഷനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് സിലബസ് മാപ്പിംഗ് ആണ്. ബ്ലോക്ക് വൈസ് യൂണിറ്റ് വൈസ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. ദെൻ എക്സാം പാറ്റേൺ അനാലിസിസ്, അതായത് ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും, ക്വസ്റ്റ്യൻസിൻ്റെ ആ ഒരു ഫോർമാറ്റ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ റെക്കറിംഗ് ക്വസ്റ്റ്യൻ റിവ്യൂ, റിപ്പീറ്റ് ആയിട്ട് യൂണിവേഴ്സിറ്റിയിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, ഓക്കെ, റിപ്പീറ്റ് ആയിട്ട് വരുന്ന ടോപ്പ് 10 ക്വസ്റ്റ്യൻസ്. ദെൻ ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ, ഏതൊക്കെ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കുക, അതിൻ്റെ ആ ഒരു പ്രോബബിലിറ്റി, എത്രമാത്രം ക്വസ്റ്റ്യൻസ്, എത്ര പെർസെൻറ്റേജോളം പ്രോബബിൾ ആണ് ഓരോ ക്വസ്റ്റ്യൻസ്, അതിൻ്റെ പ്രഡിക്ഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഫൈനലി ഒരു മോക്ക് പ്രഡിക്റ്റീവ് പേപ്പർ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഒരു ഫുൾ ലെങ്ത് പ്രാക്ടീസ് ക്വസ്റ്റ്യൻ പേപ്പർ, അതായത് ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്യും. മോഡൽ ആൻസറും അതുപോലെ തന്നെ മാർക്കിംഗ് സ്കീമും ആപ്പ് ത്രൂ ആക്സസ് ചെയ്യാവുന്നതാണ്. ഇനി സിലബസ് മാപ്പിംഗ് ബൈ ബ്ലോക്ക് വൈസ് യൂണിറ്റ് വൈസ് ടോപ്പിക് വൈസ് ആണ് നോക്കുന്നത്. ബ്ലോക്ക് 1 വെബ് ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ് യൂസിങ് J2EE, അത് യൂണിറ്റ് 1 ഇൻട്രൊഡക്ഷൻ ടു J2EE ആർക്കിടെക്ചർ ആൻഡ് ഡിസൈൻ പാറ്റേൺ. അതിൽ ഡിസൈൻ പാറ്റേൺസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ക്രിയേഷണൽ, സ്ട്രക്ചറൽ, ബിഹേവിയർ ടൈപ്പ്, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് വന്നിട്ടുണ്ട്. പാസ്റ്റ് പേപ്പേഴ്സിൽ ഒരു 8 ടൈംസ് ചോദിച്ച ക്വസ്റ്റ്യൻ ആണിത്. ഒരു മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് ആണ്, റെലവൻസ് ആണ് ഈ ഒരു ഏരിയയിൽ വരുന്നത്. ഇനി യൂണിറ്റ് 1ൽ നിന്ന് തന്നെ നമുക്ക് J2EE ഓവർവ്യൂ ആൻഡ് കമ്പോണൻസ് 6 ടൈംസ് ചോദിച്ചിട്ടുണ്ട്, മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ്. യൂണിറ്റ് 1ൽ തന്നെ വെബ് സെർവേഴ്സ് വേഴ്സസ് വെബ് കണ്ടെയ്നർ 5 ടൈംസ് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ്. ബ്ലോക്ക് 1 യൂണിറ്റ് 1ൽ നിന്ന് തന്നെ J2EE ആർക്കിടെക്ചർ 2 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. ഇനി യൂണിറ്റ് 1ൽ പാക്കേജിംഗ് ആൻഡ് ഡെവലപ്മെന്റ് ജാർ വേഴ്സസ് വാർ, ഓക്കെ, 1 ടൈം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. യൂണിറ്റ് 2ലേക്ക് വരുമ്പോൾ ബേസിക്സ് ഓഫ് സെർവ്ലെറ്റ്, ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഏരിയ. സെർവ്ലെറ്റ് ലൈഫ് സൈക്കിൾ ആൻഡ് ആർക്കിടെക്ചർ ഇമ്പോർട്ടൻ്റ് ആണ്, 6 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ HTTP മെത്തേഡ്, ഗെറ്റ് പോസ്റ്റ് മെത്തേഡ്സിനെ പറ്റി 2 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. ഇനിയും സെർവ്ലെറ്റ് ഫിൽറ്റേഴ്സ് 1 ടൈം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇനിയും യൂണിറ്റ് 2ൽ തന്നെ ജനറിക് സെർവ്ലെറ്റ് വേഴ്സസ് HTTP സെർവ്ലെറ്റ്. അതുപോലെ യൂണിറ്റ് 3ലേക്ക് വരുമ്പം സെഷൻ മാനേജ്മെന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. HTTP സെഷൻ, കുക്കീസ്, URL, റീറൈറ്റിംഗ് 7 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. ഇനി സെർവ്ലെറ്റ് കൊളാബറേഷൻ, റിക്വസ്റ്റ് ഡിസ്പാച്ചേഴ്സ്, സെൻഡ് റീഡയറക്റ്റ്, സെർവ്ലെറ്റ് കോണ്ടെക്സ്റ്റ് 2 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. ഇനി JDBC കണക്ടിവിറ്റി ഇൻ സെർവ്ലെറ്റ്, പ്രീവിയസ് ഇയറിൽ വന്നിട്ടുണ്ട് ഈ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ്. ഇനി യൂണിറ്റ് 4 ജാവ സെർവ്ലെറ്റ് പേജസിൽ JSP ഡിറക്റ്റീവ്സ്, സ്ക്രിപ്റ്റിംഗ് എലമെന്റ് ആൻഡ് ഇംപ്ലിസിറ്റ് ഒബ്ജക്ട്സ് 5 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. ഇനി യൂണിറ്റ് 4ൽ തന്നെ JSP ലൈഫ് സൈക്കിൾ 3 ടൈംസ് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. യൂണിറ്റ് 4ൽ തന്നെ ഡേറ്റാബേസ് കണക്ടിവിറ്റി യൂസിങ് JSP
ആ ഏരിയയിൽ നിന്നും പ്രീവിയസ് ഇയറിൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഇനി JSTL ആൻഡ് കസ്റ്റം ടാഗ് ബ്ലോക്ക് 2ലേക്കാണ് ഇനി നമ്മൾ വരുന്നത്. അതിൽ യൂണിറ്റ് 5 ഇൻട്രൊഡക്ഷൻ ടു J2EE ഫ്രെയിം വർക്ക്, സ്പ്രിംഗ് ഫ്രെയിം വർക്ക് ഓവർവ്യൂ ആൻഡ് മൊഡ്യൂൾസ് 5 ടൈംസ് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇൻട്രൊഡക്ഷൻ ടു J2EE യൂണിറ്റ് 5 സ്ട്രക്ട്സ് ടു ഓവർവ്യൂ ആൻഡ് ഫ്ലോ 4 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. ഇനിയും നമുക്ക് അനോട്ടേഷൻ യൂണിറ്റ് 5 ബ്ലോക്ക് 2 വരുന്നതാണ്. ബിൽറ്റ് ഇൻ ആൻഡ് കസ്റ്റം അനോട്ടേഷൻസ് 2 ടൈംസ് ചോദിച്ച ക്വസ്റ്റ്യൻ. യൂണിറ്റ് 6ലേക്ക് വരുമ്പോൾ സ്പ്രിംഗ് വേഴ്സസ് ഹൈബർനേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, 6 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. ഇനിയും യൂണിറ്റ് 6 തന്നെ മൊഡ്യൂൾ 1 വേഴ്സസ് മൊഡ്യൂൾ 2 MVC മോഡൽ വ്യൂ കൺട്രോൾ ആർക്കിടെക്ചർ 1 ടൈം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇനിയും നമുക്ക് സ്ട്രക്ട് 1 വേഴ്സസ് സ്ട്രക്ട് 2, ഓക്കെ, സ്ട്രക്ട്സ് വേഴ്സസ് സ്പ്രിങ് ഈ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഇനി യൂണിറ്റ് 6 മാവൻ ബിൽഡ് ആൻഡ് ലൈഫ് സൈക്കിൾ. യൂണിറ്റ് 7 സ്പ്രിംഗ് MVC കോൺസെപ്റ്റ്സ് എന്ന് പറയുന്ന 7th യൂണിറ്റിൽ സ്പ്രിംഗ് MVC കൺട്രോൾസ് ആൻഡ് റിക്വസ്റ്റ് ഫ്ലോ 3 ടൈംസ് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇനിയും യൂണിറ്റ് 7 നിന്ന് തന്നെ ആസ്പെക്ട് ഓറിയന്റഡ് പ്രോഗ്രാം AOP 2 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. യൂണിറ്റ് 7 IOC ആൻഡ് ഡിപ്പെൻഡൻസി ഇൻജെക്ഷൻസ്. യൂണിറ്റ് 8 വരുമ്പോൾ കേർഡ് ഓപ്പറേഷൻ മാപ്ഡ് ടു REST SQL 4 ടൈംസ് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. കസ്റ്റം CSS ഇൻ സ്പ്രിംഗ് JSP വ്യൂസ് 2 ടൈംസ് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇനി ബൂട്ട്സ്ട്രാപ്പ് യൂസേജ് ഇൻ JSP HTML വ്യൂസ് 1 ടൈം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇനി ബ്ലോക്ക് 3 യൂണിറ്റ് 9 സ്പ്രിംഗ് ബൂട്ട് ഓവർവ്യൂ ആൻഡ് ഗോൾസ് 8 ടൈം ചോദിച്ചിട്ടുണ്ട്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. യൂണിറ്റ് 9 തന്നെ സ്പ്രിംഗ് ബൂട്ട് വേഴ്സസ് സ്പ്രിംഗ് MVC 2 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. ഇനി യൂണിറ്റ് 9 തന്നെ ആപ്ലിക്കേഷൻ പ്രോപ്പർട്ടീസ് ആൻഡ് പ്രൊഫൈൽസ് പ്രീവിയസിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇനി യൂണിറ്റ് 9 പാക്കേജിംഗ് ആൻഡ് ഡിപ്ലോയ്മെന്റ് ജാവ, വാർ, മൈക്രോ സർവീസസ്, ആക്വേറ്റേഴ്സ്. യൂണിറ്റ് 10ലേക്ക് വരുമ്പോൾ ഹൈബർനെറ്റ് കോൺഫിഗറേഷൻ ആൻഡ് അഡ്വാൻറ്റേജസ് 2 ടൈം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. യൂണിറ്റ് 10 കോൺഫിഗറേഷൻ ഓഫ് ഹൈബർനെറ്റ് ക്വറി ലാംഗ്വേജ് HQL 2 ടൈംസ് ചോദിച്ചിട്ടുണ്ട്, ആ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ്. ഇനി യൂണിറ്റ് 10 കോൺഫിഗറേഷൻ ഓഫ് ഹൈബർനെറ്റ് ആണ് കവർ ചെയ്യുന്നത്. അതിൽ എൻറ്റിറ്റി ലൈഫ് സൈക്കിൾ ആൻഡ് സ്റ്റേറ്റ്സ്. യൂണിറ്റ് 11 കേർഡ് വിത്ത് സ്പ്രിംഗ് ബൂട്ട് ആൻഡ് ഹൈബർനെറ്റിൽ സ്പ്രിംഗ് ഡേറ്റ റിപ്പോസിറ്ററി, കേർഡ് റിപ്പോസിറ്ററി, JP റിപ്പോസിറ്ററി 1 ടൈം ആ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. യൂണിറ്റ് 11 തന്നെ ORM അസോസിയേഷൻ മാപ്പിംഗ്, ലേസി, ഈഗർ ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സാമിന് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി യൂണിറ്റ് 12 സ്പ്രിംഗ് സെക്യൂരിറ്റി കോൺഫിഗറേഷനിൽ വെബ് വൾണറബിലിറ്റി, XSS, CSRF, SQL ഇൻജക്ഷൻ, ഡോസ്, IDOR 6 ടൈംസ് ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഇനി ബ്ലോക്ക് 4ലേക്കാണ് പോകുന്നത്. ബ്ലോക്ക് 4 യൂണിറ്റ് 12 സ്പ്രിംഗ് സെക്യൂരിറ്റി കോൺഫിഗറേഷനിൽ ജാവ, ക്രിപ്റ്റോഗ്രഫി ആർക്കിടെക്ചർ, JCA, JSSC 5 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. ഇനി യൂണിറ്റ് 12 തന്നെ സ്പ്രിംഗ് സെക്യൂരിറ്റി ബേസിക്സ്, ഓഥന്റിക്കേഷൻ, ഓതറൈസേഷൻ 5 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് യൂണിറ്റ് 12 തന്നെ മെസ്സേജ് ഡൈജസ്റ്റ് ആൻഡ് MAC 2 ടൈംസ് ആ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഇനി യൂണിറ്റ് 12 സ്പ്രിംഗ് സെക്യൂരിറ്റി കോൺഫിഗറേഷൻ എന്ന് പറയുന്ന യൂണിറ്റിൽ ഡേറ്റ എൻക്രിപ്ഷൻ ഇൻ ട്രാൻസിറ്റ് ആൻഡ് അറ്റ് റെസ്റ്റ് ആ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് പ്രീവിയസിൽ ചോദിച്ചിട്ടുണ്ട്. ഇനി യൂണിറ്റ് 13 കസ്റ്റം ലോഗിൻ യൂസിങ് സെക്യൂരിറ്റി, അതിൽ കസ്റ്റം ലോഗിൻ ഫോം ആൻഡ് കോൺഫിഗറേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി യൂണിറ്റ് 14ലേക്ക് വരുമ്പോൾ RBAC ആൻഡ് റോൾ ബേസ്ഡ് ഓഥന്റിക്കേഷൻ, ഓതറൈസേഷൻ 6 ടൈംസ് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇപ്പം നമ്മൾ ഇനി ഒരു ബാർ ചാർട്ടാണ് നോക്കുന്നത്. ഈ ഒരു ബാർ ചാർട്ട് നോക്കുമ്പോൾ ഒരു പാസ് 5 എക്സാം സൈക്കിളിലെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് ബ്ലോക്ക് 1 നിന്നാണ്, ദെൻ ബ്ലോക്ക് 2, ദെൻ ബ്ലോക്ക് 4, ദെൻ ബ്ലോക്ക് 3 ഈ ഒരു രീതിയിലാണ് വന്നിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് ബ്ലോക്ക് 1 യൂണിറ്റ് 1 നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ബ്ലോക്ക് 4 യൂണിറ്റ് 12 ഇമ്പോർട്ടൻ്റ് ആണ്.
ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ടോപ്പ് 3 ഹൈ ഈൽഡ് ടോപ്പിക്സ് ആണ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ടോപ്പ് 3 ഹൈ ഈൽഡ് ടോപ്പിക്. സ്പ്രിംഗ് ബൂട്ട് ഓവർവ്യൂ ആൻഡ് ഗോൾസ് റിപ്പീറ്റ്ലി ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഡിസൈൻ പാറ്റേൺ, അതുപോലെ സെഷൻ മാനേജ്മെന്റ്. ഡിസൈൻ പാറ്റേൺ പാസ് പേപ്പറിൽ 8 ടൈംസും സെഷൻ മാനേജ്മെന്റ് 7 ടൈംസും ചോദിക്കാറുണ്ട്. ഒരു 5 to 10 മാർക്സിന് ഈ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാം. അതുപോലെ തന്നെ J2EE ആർക്കിടെക്ചർ, കോമ്പോണന്റ്, സ്പ്രിംഗ് സെക്യൂരിറ്റി ബേസിക്സ്, ഹൈബർനെറ്റ് കോൺഫിഗറേഷൻസ്, HQL, ഇത് ഒരു മീഡിയം റേഞ്ച് ഓഫ് ഇമ്പോർട്ടൻസിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കോംപ്രഹെൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസ് ആണ്. അതിൽ ലോങ് ആൻസർ ടൈപ്പ്, അനലിറ്റിക്കൽ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം, ഷോർട്ട് ആൻസർ, ഡെഫിനിഷൻ, ഡിഫറൻഷിയേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം, കോഡ്, കോൺഫിഗറേഷൻ, ക്വറി ടൈപ്പ് ക്വസ്റ്റ്യൻസ്, ഷോർട്ട് നോട്ട് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സാമിന് പ്രതീക്ഷിക്കാവുന്നതാണ്. ലോങ് അതുപോലെ തന്നെ കൺസെപ്ഷൻ അനലിറ്റിക്കൽ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് നമുക്കൊരു 180 to 220 വേർഡ്സിൽ വേണം എഴുതാൻ. ഓക്കെ, 10 മാർക്സിനൊക്കെ ആയിരുന്നു ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഷോർട്ട് ആൻസർ അല്ലെങ്കിൽ ഡെഫിനിഷൻ, ഡിഫറൻഷിയേഷൻ ടിപ്പിക്കലി നമുക്ക് 5 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. സംടൈം 10 മാർക്കിന് ചോദിക്കും. 70 to 110 വേർഡ്സിൽ വേണം എഴുതാൻ. ക്രിസ്പ് ആയിട്ടുള്ള പോയിന്റ്സ് ആയിരിക്കണം അവിടെ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. ഇനി കോഡ്, കോൺഫിഗറേഷൻ, ക്വറി ടൈപ്പ് ക്വസ്റ്റ്യൻസ് 5 to 10 മാർക്സ്, ഓൾമോസ്റ്റ് ഒരു 10 to 20 ലൈൻസിൽ എഴുതണം. കോഡ്, കോൺഫിഗറേഷന്, ആ ഫ്ലോ, അതെല്ലാം ഇൻക്ലൂഡ് ചെയ്ത് വേണം എഴുതാൻ. ഷോർട്ട് നോട്ട് ടൈപ്പ് ക്വസ്റ്റ്യൻ 20 മാർക്സിനാണ് ടോട്ടൽ. 4x5 അല്ലെങ്കിൽ 5x4 എന്ന ടൈപ്പിൽ വരും. 70 to 90 വേർഡ്സിൽ വേണം അത്തരം ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ലോങ് അല്ലെങ്കിൽ കൺസെപ്ഷൻ അനലിറ്റിക്കൽ ബേസ്ഡ് ക്വസ്റ്റ്യൻ അപ്രോക്സിമേറ്റ്ലി 10 മാർക്സിനാണ് ചോദിക്കാറ്. എക്സാമ്പിൾ, ഹൗ ഹൈബർനേറ്റ് ഈസസ് ORM, ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. അല്ല, എക്സാമ്പിൾസ്, ഡയഗ്രാംസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്ത് വേണം എഴുതാൻ. ഷോർട്ട് നോട്ട് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഡെഫിനിഷൻ, ഡിഫറൻഷിയേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻ ഓൾമോസ്റ്റ് ഒരു 5 മാർക്കിന്. അതിൽ ഫോർ എക്സാമ്പിൾ, വെബ് സെർവർ വേഴ്സസ് വെബ് കണ്ടെയ്നർ, സ്പ്രിംഗ് ബൂട്ട് വേഴ്സസ് സ്പ്രിംഗ് MVC 80 to 100 വേർഡ്സിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇനി കോഡ്, കോൺഫിഗറേഷൻ, ക്വറി 5 to 10 മാർക്സിനാണ് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. അല്ലെ, JSP, സർവ്ലെറ്റ്, HQL, സ്പ്രിംഗ്, സെക്യൂരിറ്റി കോൺഫിഗറേഷൻ, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ 2 to 3 ലൈൻസിൽ വേണം എക്സ്പ്ലനേഷൻ കൊടുത്ത് എഴുതാൻ വേണ്ടിയിട്ട് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ഷോർട്ട് നോട്ട് ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ JCA, JSP ലൈഫ് സൈക്കിൾ, RBAC, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാം. 80 to 90 വേർഡ്സിൽ വേണം ഇത്തരം ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ. ഇപ്പോൾ പാസ് പേപ്പേഴ്സ് നോക്കുമ്പോൾ ബ്ലോക്ക് 1 നിന്ന് ഏകദേശം ഒരു 29.6% ക്വസ്റ്റ്യൻസ് കവർ ചെയ്യും. ബ്ലോക്ക് 2 നിന്ന് 26.2%, ബ്ലോക്ക് 3 നിന്ന് 25.9%, ബ്ലോക്ക് 4 18.4% ടോട്ടൽ മാർക്ക് ഷെയർ ചെയ്ത് വരുന്നുണ്ട്. ആവറേജ് മാർക്ക് എക്സ്പെക്റ്റഡ് ഓരോ ബ്ലോക്കിൽ നിന്ന് നോക്കുമ്പോൾ ബ്ലോക്ക് 1 19.39, ബ്ലോക്ക് 2 17.14, ബ്ലോക്ക് 3 16.94, ബ്ലോക്ക് 4 12.03. ഇപ്പൊ ഇനി നമ്മൾ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നോക്കുമ്പം ലോങ് ആൻസർ ടൈപ്പ്, കൺസെപ്ഷണൽ അനലിറ്റിക്കൽ ബേസ്ഡ് ക്വസ്റ്റ്യൻസിൽ ഒരു ഇൻക്രീസ് കാണാം. ഷോർട്ട് നോട്ട്സിൽ ഒരു ഡിക്രീസ് ആണ് വരുന്നത്. അതുപോലെ കോഡ്, കോൺഫിഗറേഷൻ, ക്വറി ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇൻക്രീസ് ചെയ്താണ് വരുന്നത്. ഷോർട്ട് നോട്ട് ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ ഒരു ഡിപ്പാണ് കാണാനായിട്ട് പറ്റുന്നത്. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് റിപ്പീറ്റഡ് ആയിട്ടുള്ള ടോപ്പ് 10 റെക്കറിംഗ് ക്വസ്റ്റ്യൻസ് ആണ് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, വാട്ട് ഇസ് ഡിസൈൻ പാറ്റേൺ, എക്സ്പ്ലെയിൻ വിത്ത് അഡ്വാൻറ്റേജസ്, എക്സാമ്പിൾ. 6 ടൈംസ് പാസ് പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. സെക്കൻഡ് വൺ, എക്സ്പ്ലെയിൻ ഹൈബർനെറ്റ് കോൺഫിഗറേഷൻ വിത്ത് അനോട്ടേഷൻസ്, 4 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. വാട്ട് ഇസ് സ്പ്രിംഗ് ബൂട്ട്, എക്സ്പ്ലെയിൻ ആപ്ലിക്കേഷൻ പ്രോപ്പർട്ടീസ്, കമ്പോണൻസ്, 4 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. വാട്ട് ഇസ് റോൾ ബേസ്ഡ് ലോഗിൻ, RBAC, ഷോ കോൺഫിഗറേഷൻ യൂസേജ്, 4 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. വാട്ട് ഇസ് J2EE, എക്സ്പ്ലെയിൻ ആർക്കിടെക്ചർ കമ്പോണൻസ് വിത്ത് ഡയഗ്രാം, 4 ടൈംസ് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. സിക്സ്ത് വൺ, വാട്ട് ഇസ് എ മെസ്സേജ് ഡൈജസ്റ്റ്, ഡിഫറൻഷിയേറ്റ് ഫ്രം MAC, ഗിവ് പ്രോപ്പർട്ടീസ്, 3 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. സെവൻത് വൺ, എക്സ്പ്ലെയിൻ സർവ്ലെറ്റ് ആർക്കിടെക്ചർ ലൈഫ് സൈക്കിൾ വിത്ത് എക്സാമ്പിൾ, 3 ടൈംസ് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. എയ്ത്ത് വൺ, എക്സ്പ്ലെയിൻ JSP, സ്പ്രിംഗ് എലമെന്റ്, റൈറ്റ് JSP പ്രോഗ്രാം, 3 ടൈംസ് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. നയൻത് വൺ, സെഷൻ മാനേജ്മെന്റ്, ഡെമോൺസ്ട്രേറ്റ് HTTP സെഷൻ വേഴ്സസ് കുക്കീസ്, അത് 3 ടൈംസ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 10th വൺ, ഡിഫൈൻ വെബ് ആപ്ലിക്കേഷൻ, വെബ് സെർവേഴ്സ് വേഴ്സസ് വെബ് കണ്ടെയ്നർ,
3 times ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ 3 times ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ഇഗ്നോൾ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ, അല്ലെങ്കിൽ ഇഗ്നോൾ ജോയിൻ ചെയ്ത ഡിഗ്രിയോ പി ജിയോ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി, PG, MBA ഒക്കെ നേടാം. 36ഓളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഇയർ ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ടും ലേൺവൈസിൽ അവൈലബിൾ ആണ്. ഞങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രഹെൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ മുൻപ് പഠിച്ചവരുടെ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിനെയും എക്സ്പീരിയൻസസ് അറിയുന്നതിനായി എത്രയും പെട്ടെന്ന് തന്നെ ലേൺവൈസിന്റെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. അവിടെ നിങ്ങൾക്ക് ധാരാളം വീഡിയോസ് കാണാനാവും. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുക്കുന്ന നമ്പറിൽ കോൾ വഴിയോ വാട്സ്ആപ്പ് വഴിയോ ബന്ധപ്പെടുക. ഇനി ഫ്രീക്വൻസി ടേബിൾ ആണ്. ഓരോ ബ്ലോക്കിൽ നിന്നും ഏറ്റവും കൂടുതൽ ചോദിച്ചുള്ള ക്വസ്റ്റ്യൻസിന്റെ ഒരു ഡിസ്കഷൻ ആണ് നമ്മളിവിടെ നോക്കുന്നത്. ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഡിസൈൻ പാറ്റേൺ, ഡെഫിനിഷൻ ടൈപ്പ്, കോൺസെൻട്രേറ്റ് പാറ്റേൺ, ലൈക്ക് എ സിംഗിൾടൺ, റിപ്പോസിറ്ററി. ഇത് ബ്ലോക്ക് 1 നിന്നാണ് കവർ ചെയ്യുന്നത്. ഏകദേശം 6 times ഈ ഒരു ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ആവറേജ് മാർക്ക് 7.8 മാർക്കാണ്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ ഹൈബർനേറ്റ് കോൺഫിഗറേഷൻ, സ്റ്റേറ്റ്, HQL, ഗെറ്റ് വേഴ്സസ് ലോഡ്, പെർസിസ്റ്റ് വേഴ്സസ് സേവ്. ബ്ലോക്ക് 3 എന്ന് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പിയറൻസ് 4 ആണ്. ആവറേജ് 10 മാർക്സ് ആണ്. ഇനി സ്പ്രിംഗ് ബൂട്ട് ഓവർവ്യൂ, നീഡ്, കമ്പോണൻസ്, ആപ്ലിക്കേഷൻ പ്രോപ്പർട്ടീസ്. ബ്ലോക്ക് 3 എന്ന് കവർ ചെയ്യുന്നതാണ്. യൂണിറ്റ് 9. അപ്പം അത് ഓൾമോസ്റ്റ് 4 times. ആവറേജ് ഒരു 8.2 മാർക്സിന് ആ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഇനി JSP സ്ക്രിപ്റ്റിംഗ് എലമെന്റ് ഓർ പാറ്റേൺ ബേസ്ഡ് എക്സ്പ്ലനേഷൻ. ബ്ലോക്ക് 1 യൂണിറ്റ് 4 നിന്നാണ്. ജാവ സെർവർ പേജസ്, ആ ഒരു യൂണിറ്റിൽ നിന്ന് 4 times ചോദിച്ചിട്ടുണ്ട്. ഓൾമോസ്റ്റ് 7.5 മാർക്ക്. ഇനി റോൾ ബേസ്ഡ് ആക്സസ്, റോൾ ബേസ്ഡ് ലോഗിൻ, RBAC. ബ്ലോക്ക് 4 യൂണിറ്റ് 14 ആണ് കവർ ചെയ്യുന്നത്. 4 times ചോദിച്ചിട്ടുണ്ട്. 7.5 മാർക്കാണ് ആവറേജ്. വാട്ട് ഡസ് J2EE എക്സ്പ്ലെയിൻ? ആർക്കിടെക്ചർ കമ്പോണൻസ് വിത്ത് ഡയഗ്രാം. ബ്ലോക്ക് 1 യൂണിറ്റ് 1 നിന്ന് വരുന്നതാണ്. ഓൾമോസ്റ്റ് 4 times, ആവറേജ് 6.8 മാർക്ക്. ഇനി മെസ്സേജ് ഡൈജസ്റ്റ് വേഴ്സസ് MAC പ്രോപ്പർട്ടീസ്. ബ്ലോക്ക് 4 യൂണിറ്റ് 12 നിന്നാണ്. ഓൾമോസ്റ്റ് 3 times ചോദിച്ചിട്ടുണ്ട്. ആവറേജ് 8.3 മാർക്സ്. ഇനി എക്സ്പ്ലെയിൻ സെർവ്ലെറ്റ് ആർക്കിടെക്ചർ ലൈഫ് സൈക്കിൾ വിത്ത് എക്സാമ്പിൾ. ബ്ലോക്ക് 1 യൂണിറ്റ് 2 നിന്നാണ്. 3 times ചോദിച്ചിട്ടുണ്ട്. 7.7 ആവറേജ് മാർക്ക്. ഇനി സെഷൻ മാനേജ്മെന്റ്, HTTP സെഷൻ വേഴ്സസ് കുക്കീസ്, URL റീറൈറ്റ് വിത്ത് കോഡ്. ബ്ലോക്ക് 1 യൂണിറ്റ് 3. ഓൾമോസ്റ്റ് 3 times ഓളം 6.7 ആണ് ആവറേജ് മാർക്ക്. ഇനി വെബ് സെർവർ വേഴ്സസ് വെബ് കണ്ടെയ്നർ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ. ബ്ലോക്ക് 1 യൂണിറ്റ് 1 നിന്ന് കവർ ചെയ്യുന്നതാണ്. 3 times ചോദിച്ചിട്ടുണ്ട്. ആവറേജ് 6.7 മാർക്ക്. അപ്പൊ ഈ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഓൾമോസ്റ്റ് 30.5% ആണ് കവർ ചെയ്യുന്നത്. അതർ ക്വസ്റ്റ്യൻസ് ആണ് 61.5% കവർ ചെയ്യുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ അനാലിസിസ് ആണ്. ഓരോ ടോപ്പിക്കും ഇനി വരാൻ പോകുന്ന എക്സാമിന് എത്രമാത്രം നമുക്ക് ടോപ്പിക് പ്രോബബിലിറ്റി വരുന്നുണ്ട് എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. ബ്ലോക്ക് 1 വെബ് ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ് യൂസിങ് J2EE, അത് യൂണിറ്റ് 1 നിന്നാണ് വരുന്നത്. ടോപ്പിക് ഡിസൈൻ പാറ്റേൺ, ക്രിയേഷണൽ, സ്ട്രക്ചറൽ, ബിഹേവിയറൽ. പാസ് പേപ്പറിൽ 71.4% ടൈം ചോദിച്ചിട്ടുണ്ട്. ഹൈ ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് വരുന്ന ഏരിയ ആണ്. ബ്ലോക്ക് 1 നിന്ന് തന്നെ യൂണിറ്റ് 1 ഇൻട്രൊഡക്ഷൻ ടു J2EE ആർക്കിടെക്ചർ ആൻഡ് ഡിസൈൻ പാറ്റേൺ 42.9% പ്രോബിലിറ്റി വരുന്നുണ്ട്. ഇനി ബ്ലോക്ക് 1 യൂണിറ്റ് 1 നിന്ന് തന്നെ വെബ് സെർവർ വേഴ്സസ് വെബ് കണ്ടെയ്നർ 42% പ്രോബബിൾ ആണ്. ഇനി ബ്ലോക്ക് 1 യൂണിറ്റ് 1 J2EE ആർക്കിടെക്ചർ, അതിൽ ആ ക്വസ്റ്റ്യൻ ഓൾമോസ്റ്റ് 14.3% പ്രോബബിൾ ആണ്. ഇനി ബ്ലോക്ക് 1 നിന്ന് തന്നെ യൂണിറ്റ് 1, അതിൽ പാക്കേജിങ് ആൻഡ് ഡിപ്ലോയ്മെന്റ്, ജാർ ആൻഡ് വാർ 14.3% പ്രോബബിൾ ആണ്. യൂണിറ്റ് 2 ലേക്ക് വരുമ്പോൾ സർവ്ലെറ്റ് ലൈഫ് സൈക്കിൾ ആൻഡ് ആർക്കിടെക്ചർ ഹൈലി പ്രോബബിൾ ആണ്. 71.4% പ്രോബബിലിറ്റി. ഇനി HTTP മെത്തേഡ്സ്, ഗെറ്റ്, പോസ്റ്റ് 42.9% മീഡിയം ലെവൽ ഓഫ് പ്രോബബിലിറ്റി. ഇനി യൂണിറ്റ് 3 സെഷൻ മാനേജ്മെന്റ്, HTTP സെഷൻ, കുക്കീസ്, URL റീറൈറ്റിംഗ് 57.1% മീഡിയം ലെവൽ ഓഫ് പ്രോബബിലിറ്റി. യൂണിറ്റ് 4 JSP ഡയറക്റ്റീവ്, സ്ക്രിപ്റ്റിംഗ് എലമെന്റ്സ് ആൻഡ് ഇംപ്ലിസിറ്റ് ഒബ്ജക്ട്സ് 42.9% പ്രോബബിൾ ആണ്. ഇനി യൂണിറ്റ് 4
ഡേറ്റാബേസ് കണക്ടിവിറ്റി യൂസിങ് JSP 28.6%ഓളം പ്രോബബിൾ ആണ്. ഇനി യൂണിറ്റ് 4 ജാവ സെർവർ പേജസ് JSP ലൈഫ് സൈക്കിൾ 14.3%ഓളം പ്രോബബിൾ ആണ്. ഇനി ബ്ലോക്ക് 2ലാണ് വരുന്നത്. ഇതിൽ യൂണിറ്റ് 5 സ്ട്രക്ട് 2 ഫീച്ചേഴ്സ് കമ്പോണൻസ് ഫ്ലോ 71.4% ഹൈലി പ്രോബബിൾ. ഇനിയും യൂണിറ്റ് 5 സ്പ്രിംഗ് ഫ്രെയിംവർക്ക് ഓവർവ്യൂ ആൻഡ് മൊഡ്യൂൾസ് 42.9% മീഡിയം ലെവൽ ഓഫ് പ്രോബബിലിറ്റി. ഇനിയും യൂണിറ്റ് 5 അനോട്ടേഷൻ ബിൽട്ട് ഇൻ കസ്റ്റം 28.6% ലോ പ്രോബബിലിറ്റി ആണ് വരുന്നത്. ഇനിയും യൂണിറ്റ് 6 ഫ്രെയിംവർക്ക് ഫോർ J2EE ഡെവലപ്മെന്റ് സ്ട്രക്ട് ഹൈബർനേറ്റ് സ്പ്രിംഗ് എന്ന് പറയുന്ന യൂണിറ്റിൽ സ്പ്രിംഗ് വേഴ്സസ് ഹൈബർനേറ്റ് OR കമ്പാരിസൺ 28.6% പ്രോബബിൾ ആണ്. ഇനി യൂണിറ്റ് 6 വരുമ്പോൾ സ്ട്രക്ട് വേഴ്സസ് സ്പ്രിംഗ് സ്ട്രക്ട് 1 വേഴ്സസ് സ്ട്രക്ട് 2 14.3% പ്രോബബിൾ ആണ്. ഇനി ബ്ലോക്ക് 2 യൂണിറ്റ് 7 ഇൻവേർഷൻ ഓഫ് കൺട്രോൾ IOC ആൻഡ് ഡിപ്പെൻഡൻസി ഇൻജെക്ഷൻ DI 28.6% പ്രോബബിൾ ആണ്. ഇനി ബ്ലോക്ക് 2 തന്നെ യൂണിറ്റ് 7 ആസ്പെക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിൽ 14.3%ഓളം പ്രോബബിൾ ആണ്, ലോ പ്രോബബിലിറ്റി ആണ്. ഇനി ബ്ലോക്ക് 2 യൂണിറ്റ് 8 കസ്റ്റം CSS ഇൻ JSP HTML വ്യൂസ് 28.6%ഓളം പ്രോബബിൾ ആണ്. ഇനി ബ്ലോക്ക് 2 യൂണിറ്റ് 8 കേർഡ് മാപ്പിംഗ് ടു SQL REST 14.3% ലോ പ്രോബബിൾ ആണ്. ഇനി ബ്ലോക്ക് 3 യൂണിറ്റ് 10 ഹൈബർനേറ്റ് ഓവർവ്യൂ കോൺഫിഗറേഷൻ അഡ്വാൻറ്റേജസ് 28.6% ലോ പ്രോബബിൾ. ഇനി ബ്ലോക്ക് 3 യൂണിറ്റ് 10 ഹൈബർനേറ്റ് ക്വറി ലാംഗ്വേജ് HQL 14.3%ഓളം പ്രോബബിൾ ആണ്. ഇനി ബ്ലോക്ക് 3 യൂണിറ്റ് 11 ഹൈബർനേറ്റ് അസോസിയേഷൻ മാപ്പിംഗ് ആൻഡ് ലേസി ഈഗർ ലോഡിംഗ് 42.9% മീഡിയം പ്രോബബിൾ. ഇനി ബ്ലോക്ക് 3 തന്നെ യൂണിറ്റ് 11 സ്പ്രിംഗ് ഡേറ്റ റിപ്പോസിറ്ററി കേർഡ് റിപ്പോസിറ്ററി JPA റിപ്പോസിറ്ററി 14.3% പ്രോബബിൾ ആണ്. ഇനി ബ്ലോക്ക് 3 യൂണിറ്റ് 9 സ്പ്രിംഗ് ബൂട്ട് ഓവർവ്യൂ ആൻഡ് ഗോസ് 5.7% ഹൈലി പ്രോബബിൾ ആണ്. ഇനി ബ്ലോക്ക് 4 യൂണിറ്റ് 12 മെസ്സേജ് ഡൈജസ്റ്റ് ആൻഡ് MAC 42.9%ഓളം പ്രോബബിൾ ആണ്. ബ്ലോക്ക് 4 യൂണിറ്റ് 12 സ്പ്രിംഗ് സെക്യൂരിറ്റി ബേസിക്സ് ഒതന്റിക്കേഷൻ ഓതറൈസേഷൻ 28.6%ഓളം പ്രോബബിൾ ആണ്. ഇനി ബ്ലോക്ക് 4 യൂണിറ്റ് 12 വെബ് ആപ്ലിക്കേഷൻ വൾണറബിലിറ്റി ആക്സസസ് CSRF SQLI DOS IDOR 28.6% പ്രോബബിൾ ആണ്. ഈ യൂണിറ്റ് 12 തന്നെ എൻക്രിപ്ഷൻ ഇൻ ട്രാൻസിറ്റ് അറ്റ് റെസ്റ്റ് 14.3% പ്രോബബിൾ ആണ്. ഈ യൂണിറ്റ് 14 റോൾ ബേസ്ഡ് ലോഗിൻ അതിൽ RBAC ആൻഡ് റോൾ ബേസ്ഡ് ഓതന്റിക്കേഷൻ ഓതറൈസേഷൻ 42.9% പ്രോബബിൾ ആണ്. 70% അതിലും കൂടുതൽ വരുന്നതാണ് ഹൈലി പ്രോബബിൾ ആയിട്ടുള്ള ഏരിയ. അതിൽ നമ്മൾ ഡയഗ്രാംസും എല്ലാം ഇൻക്ലൂഡ് ചെയ്ത് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് അറ്റ്ലീസ്റ്റ് ട്വൈസ് എങ്കിലും വർക്കൗട്ട് ചെയ്തിട്ട് വേണം എക്സാമിന് പോകാൻ. മീഡിയം ലെവൽ ഓഫ് പ്രോബബിലിറ്റി വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് 40-60%ഓളം പ്രോബബിലിറ്റി വരുന്നത്. ഓക്കെ, അതിൽ JSP സെഷൻ ഹൈബർനേറ്റ് ഈ ഏരിയാസ് ഇമ്പോർട്ടൻ്റ് ആണ്. <40 വരുന്നതാണ് നമുക്ക് ലോ പ്രോബബിലിറ്റി ഏരിയയിൽ വരുന്ന ക്വസ്റ്റ്യൻസ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ഒരു മോക്ക് പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇനി വരാൻ പോകുന്ന എക്സാമിന് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ. അതിൽ നമുക്ക് ടൈം 3 hours ആണ് തന്നിട്ടുള്ളത്. മാക്സിമം മാർക്ക് 100 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 1 കമ്പൽസറി ആണ്. 40% ആണ് നമുക്ക് 40 മാർക്സ് ആണ് ആ ഒരു ഏരിയയിൽ നിന്ന് ചോദിക്കാവുന്നത്. 40 മാർക്കിന് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 1 കമ്പൽസറി ആണ്. അറ്റംപ്റ്റ് എനി 3 ക്വസ്റ്റ്യൻ ഫ്രം ക്വസ്റ്റ്യൻ നമ്പർ 2 ടു ക്വസ്റ്റ്യൻ നമ്പർ 5. ക്വസ്റ്റ്യൻ നമ്പർ 1 കമ്പൽസറി. അതിൽ ഓരോ ക്വസ്റ്റ്യനും 5 മാർക്ക് വീതം 40 മാർക്സ്. A പാർട്ടിൽ ഫസ്റ്റ് വൺ ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ എ വെബ് സെർവർ ആൻഡ് എ വെബ് കണ്ടെയ്നർ ആൻഡ് സ്റ്റേറ്റ് 1 റെസ്പോൺസിബിലിറ്റി ഓഫ് ഈച്ച്. 5 മാർക്ക് ക്വസ്റ്റ്യൻ ബ്ലോക്ക് 1 യൂണിറ്റ് 1 നിന്ന് കവർ ചെയ്യുന്നു. B പാർട്ടിൽ നെയിം ദ മേജർ കോൾ ബാക്സ് ഇൻ ദ HTTP സെർവ്ലെറ്റ് ലൈഫ് സൈക്കിൾ ആൻഡ് ബ്രീഫ്ലി സ്റ്റേറ്റ് ദ റോൾ ഇൻ റിക്വസ്റ്റ് ഹാൻഡ്ലിംഗ്. 5 മാർക്ക് ക്വസ്റ്റ്യൻ ബ്ലോക്ക് 1 യൂണിറ്റ് 2 കവർ ചെയ്യുന്നു. C പാർട്ടിൽ ഡിഫൈൻ സെഷൻ ഇൻ വെബ് ആപ്ലിക്കേഷൻ ആൻഡ് സ്റ്റേറ്റ് 2 ഡിഫറൻസസ് ബിറ്റ്വീൻ കുക്കീസ് ആൻഡ് HTTP സെഷൻ. 5 മാർക്ക് ക്വസ്റ്റ്യൻ
ബ്ലോക്ക് 1 യൂണിറ്റ് 3 എന്നാണ് വന്നിട്ടുള്ളത്. ഡി പാർട്ടിൽ ഐഡന്റിഫൈ എനി 4 JSP ഇംപ്ലിസിറ്റ് ഒബ്ജക്ട്സ് ആൻഡ് മെൻഷൻ എ കോമൺ യൂസ് ഓഫ് ഈച്ച്. 5 മാർക്ക് ക്വസ്റ്റ്യൻ ബ്ലോക്ക് 1 യൂണിറ്റ് 4 എന്നാണ് വന്നിട്ടുള്ളത്. നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് ദ റോൾ ഓഫ് interceptors in struct2 request processing? Summarize their placement in the pipeline. 5 mark question block 2 യൂണിറ്റ് 5 എന്ന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. എഫ് പാർട്ടിൽ കോൺട്രാസ്റ്റ് സ്പ്രിംഗ് ബൂട്ട് വിത്ത് സ്പ്രിംഗ് MVC വിത്ത് റെസ്പെക്ട് ടു കോൺഫിഗറേഷൻ ആൻഡ് സ്റ്റാർട്ടപ്പ്. 5 മാർക്ക് ക്വസ്റ്റ്യൻ ബ്ലോക്ക് 2 യൂണിറ്റ് 6. ജി പാർട്ടിൽ ഡിഫൈൻ ഇൻവേർഷൻ ഓഫ് കൺട്രോൾ IUC ആൻഡ് ഡിപ്പെൻഡൻസി ഇൻജെക്ഷൻസ് and state the relationship. 5 mark question block 2 unit 7. Define CSRF and state the typical impact on stateful web application. Block 4 unit 12 എന്നുള്ള question ആണ്. ഇനി question number 2 20 mark question. A part explain the repository design pattern and justify its use in an enterprise web application, include responsibilities and benefits. 10 mark question block 1 unit 1. B part configure Hibernate using annotation, summarize key elements, that is entity ID mapping and contrast with the XML configuration on accessibility and maintenance. 10 mark question block 3 unit 10. In question number 3 20 mark question, compare URL rewriting and cookies for session tracing with the respect to transparency, robustness and security. Block 1 unit 3 in the cover in the 10 mark question. B part describe the JSP lifecycle and indicate where translation completion occurs. Annotate the flow with the key states. 10 mark question block 1 unit 4. In question number 4 20 mark question ആണ്. A part 10 mark. Discuss Spring Boot application properties and profiles and explain how externalized configuration influences deployment environment. 10 mark question block 3 unit 9. B part differentiate CURD repository, paging and sorting repository and JPA repository. Indicate scenario where JPA repository is preferable. 10 mark question block 3 unit 11. Question number 520 mark. Explain any 4 of the following web application security vulnerability with brief request response level illustrations: XSS, CSRF, SQL injection, DOS, IDOR. 10 mark block 4 unit 12. B partly define role-based access control RBAC and outline the configuration strategy to restrict URL access based on role in a web application. 10 mark question block 4 unit 14. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഗൈഡ് ബുക്ക് അതുപോലെ മാർക്കിംഗ് സ്കീം ആപ്പിൽ അവൈലബിൾ ആണ്. അത് വെച്ച് റെഫർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ഈ ടോപ്പ് 10 റെക്കറിംഗ് ക്വസ്റ്റ്യൻസ് അറ്റ്ലീസ്റ്റ് വയസ്സെങ്കിലും ഒന്ന് വർക്കൗട്ട് ചെയ്തിട്ട് വേണം എക്സാമിന് പോകാൻ വേണ്ടി. അപ്പോൾ അത് നമുക്ക് നല്ല ഒരു സ്കോർ എക്സാമിന് അറ്റൈൻ ചെയ്യാനായിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച IGNOU സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലെർൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ IGNOUയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.